ഹായ് ഫ്രണ്ട്സ്, ലേണിംഗ് വിത്ത് GRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2 കാന്തിക ലോകത്തെ അത്ഭുതം. ഇത് വളരെയധികം ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാൽ മതി. കൊച്ചു കുട്ടികൾക്കായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിനൊക്കെ കുറേ ആക്ടിവിറ്റീസാണ്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കാം. ആദ്യമായിട്ട് കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും, മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. അപ്പം എന്താണ് കാന്തിക വസ്തുക്കൾ? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. അപ്പം എന്താണ് കാന്തിക വസ്തുക്കളെന്നും അകാന്തിക വസ്തുക്കളെന്നും മനസ്സിലായല്ലോ. അടുത്തത് കാന്തത്തിൻ്റെ ശക്തി ധ്രുവങ്ങളിൽ ആണ്. നമുക്ക് നോക്കാം. കാന്തിക ധ്രുവങ്ങൾ. സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. അപ്പം കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ എവിടെയാണ്? അഗ്രഭാഗങ്ങളിലാണ്. കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രഭാഗങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ആകർഷണ ശക്തി കൂടിയ അഗ്രങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? കാന്തിക ധ്രുവങ്ങൾ എന്നാണ്. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. ഏതൊരു കാന്തത്തിനും എന്താണ്? 2 ധ്രുവങ്ങളാണ് ഉള്ളത്. അപ്പോൾ കാന്തിക ശക്തി കൂടുതൽ എവിടെയാണ്? അഗ്രഭാഗങ്ങളിലാണ്. ഈ കാന്തിക ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തതാണ് കാന്തിക മണ്ഡലം. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ്. അതായത് കാന്തത്തിന് ചുറ്റുമുള്ള കാന്തത്തിൻ്റെ ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഈ കാന്തിക മണ്ഡലം എന്താണ്? അദൃശ്യമാണ്. ഈ ഒരു പിക്ചറിനകത്തിൽ ഒരു കാന്തത്തിൻ്റെ കാന്തിക മണ്ഡലം അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കാന്തത്തിൻ്റെ ചുറ്റും അനുഭവപ്പെടുന്ന അതിൻ്റെ ആകർഷണ ബലം അനുഭവപ്പെടുന്ന സ്ഥലത്തെയാണ് അതിൻ്റെ കാന്തിക മണ്ഡലമായിട്ട് പറയുന്നത്. ഈ കാന്തിക മണ്ഡലത്തെ എന്താണ്? ഇമാജിനറി ലൈൻസ് വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കാന്തിക മണ്ഡലം എപ്പോഴും എങ്ങനെയായിരിക്കും? അത് അദൃശ്യമായിരിക്കും, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകൾ ഉണ്ട്. ഇവ രണ്ടും എന്താണ്? അദൃശ്യമാണ്. കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട്. ഇവ രണ്ടും എന്താണ്? അദൃശ്യമാണ്. കാന്തിക മണ്ഡലമാണെങ്കിലും കാന്തിക മണ്ഡല രേഖകളാണെങ്കിലും എന്താണ്? അദൃശ്യമാണ്. രണ്ടും അദൃശ്യമാണ്. അടുത്തതാണ് കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അൽനിക്കോ എന്താണെന്ന് നോക്കണം ഇനി. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ. ഈ അൽനിക്കോ ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കുന്നത്? കാന്തിക വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അൽനിക്കോ മാത്രമല്ല, മറ്റു പല വസ്തുക്കളും കാന്തത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുള്ള വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. അപ്പം പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സമേരിയം കൊണ്ടുള്ളതും കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുള്ള വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവ ഏതാണ്? നിയോഡീമിയം കാന്തങ്ങളാണ്. അടുത്തത് പലതരം കാന്തങ്ങളാണ്. അവയുടെ ഷേപ്പിനനുസരിച്ച് അതിന് പേര് നൽകിയിട്ടുണ്ട്. ലാടകാന്തം, ബാർ കാന്തം, സിലിണ്ടറിക്കൽ കാന്തം, കാന്തസൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം. ഇങ്ങനെയാണ് അവയുടെ പേരിനനുസരിച്ച് ഈ കാന്തങ്ങൾക്ക്
പേര് നൽകിയിരിക്കുന്നത്. ആകൃതിക്കനുസരിച്ച് വിവിധ തരം കാന്തങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവം എന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. അവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബാർ കാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത്. ഉത്തര ധ്രുവത്തിന് അടയാളമായി കൊടുക്കുന്നത് എന്താണ്? സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് എന്ത് ചെയ്യുന്നത്? അടയാളമായി നൽകുന്നത്. അപ്പം എന്താണ്? ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവമെന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ദക്ഷിണ ധ്രുവമെന്നാണ്. ഇവയുടെ NS എന്നും S എന്നുമാണ് എന്ത് ചെയ്യുന്നത്? അടയാളപ്പെടുത്തുന്നത്. അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. സാധാരണയായി ഒരു ബാർ കാന്തത്തിൽ എന്താണ്? ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവം അടയാളമായി കൊടുക്കാറുള്ളത്. അടുത്തത്, ഒരു കാന്തം പൊട്ടിയാൽ, ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും? 2 കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിത്തീരുന്നു. ഒരു കാന്തം മുറിഞ്ഞ്, ഇവിടെ എന്താണ്? ഒരു കാന്തം മുറിയുന്നുണ്ട്. ആ കാന്തം മുറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 പുതിയ ചെറു കഷ്ണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ 2 ചെറു കഷ്ണങ്ങൾക്കും എന്തുണ്ട്? അതിൻ്റെ അഗ്രഭാഗങ്ങൾ നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാന്തത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? വടക്ക് നോക്കി യന്ത്രം. പണ്ട് കടലിലൂടെ മരുഭൂമിയിലൂടെയും യാത്ര ചെയ്യുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവനക്ഷത്രത്തെയും മറ്റ് ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു. കാന്തത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. അന്ന് തൊട്ട് നമ്മൾ കാന്തത്തിൻ്റെ സവിശേഷത എന്താണ്, അതിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി അറിഞ്ഞത് തൊട്ട് നമ്മൾ പിന്നെ എന്തുപയോഗിക്കാൻ തുടങ്ങി? വടക്ക് നോക്കി യന്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അടുത്തതാണ് ഭൂകാന്തം. ഭൂമി ഒരു കാന്തമാണ്. ഭൂമി എന്താണ്? ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്തത്തിന് എന്തുണ്ട്? കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിലാണ്. ഭൂകാന്തത്തിന്റെ ധ്രുവങ്ങൾ എവിടെയാണ്? തെക്കുവടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവവുമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നത്. അവ സ്വതന്ത്രമായി തൂക്കിയിടുന്ന ഒരു കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. അതിന് കാരണമാണ് ഭൂകാന്ത ധ്രുവങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? തെക്കുവടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. അതുപോലെ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. ഓക്കെ. അടുത്തത് ആകർഷണവും വികർഷണവും നമുക്ക് നോക്കാം. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ ലൈക്ക് പോൾസ് എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ അൺലൈക്ക് പോൾസ് എന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, ഈ രണ്ട് കാന്തങ്ങളുടെ സൗത്ത് പോള് ഇതെന്താണ്? ലൈക്ക് പോൾസ് ആണ്. ലൈക്ക് പോൾസ് എങ്ങനെയാണ്? സജാതീയ ധ്രുവങ്ങളാണ്. ഈ സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ച എന്താണ്? സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിപ്പൽസ് ഈച്ച് അതർ. നോക്ക്, സൗത്ത് പോള്, നോർത്ത് പോള് ഇതെന്താണ്? ഇത് അൺലൈക്ക് പോൾസ് ആണ്. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്?
അട്രാക്റ്റ് ചെയ്യും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കും. വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നോർത്ത് പോളാണ്, സെയിം പോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇവിടെ നോർത്ത് പോൾ സൗത്ത് പോളാണ്. അപ്പോൾ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് കാന്തത്തിൻ്റെ ശക്തിയാണ്. കാന്തത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. എപ്പോഴൊക്കെയാണ്? എടുത്തെറിയുമ്പോൾ കാന്തത്തിൻ്റെ ശക്തി എന്ത് ചെയ്യും? കുറയുന്നു. കൂട്ടിയിടിക്കുമ്പോൾ കാന്തത്തിൻ്റെ ശക്തി കുറയുന്നു. കാന്തങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കാന്തത്തിൻ്റെ ശക്തി കുറയുന്നുണ്ട്. ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ കാന്തത്തിൻ്റെ ശക്തി കുറയുന്നുണ്ട്. ചൂടാക്കുമ്പോൾ കാന്തത്തിൻ്റെ ശക്തി കുറയുന്നുണ്ട്. അപ്പോൾ കാന്തത്തിൻ്റെ ശക്തി കുറയുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? എടുത്തെറിയുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോൾ, ചുറ്റിക കൊണ്ട് ശക്തമായി അടിക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ. ഈ സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കാന്തത്തിൻ്റെ ശക്തി കുറയുന്നത്. അടുത്തതാണ് വൈദ്യുത കാന്തം. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. അതിനു മുമ്പ് ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇതിനകത്ത് എന്താ കാണിച്ചേക്കുന്നത്? ഒരു ആണി, അതിലെന്ത് ചെയ്തിപ്പോൾ ഒരു ചെമ്പ് കമ്പി ചുറ്റി, ആ ചെമ്പ് കമ്പി ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെമ്പ് കമ്പിയിലൂടെ നമ്മുടെ കറണ്ട് കടന്നു പോകുമ്പോൾ, വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ആണി ഒരു കാന്തമായി എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അതിനു ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം. ഇതിനെ പറയുന്ന പേരെന്താണ്? വൈദ്യുത കാന്തം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. ഇതിൻ്റെ കാന്തിക ശക്തി എന്താണ്? താൽക്കാലികമാണ്, ടെമ്പററി ആണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. ഇതുപോലെ വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ കാന്തമായി ആക്ട് ചെയ്യുന്ന വസ്തുക്കളുടെ വൈദ്യുതി വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാന്തിക ശക്തി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഓക്കെ ആണല്ലോ. എന്താണ് വൈദ്യുത കാന്തം എന്ന് മനസ്സിലായല്ലോ. അടുത്തത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ജീവിതം മാറ്റിമറിച്ച കാന്തം കൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ആദ്യം മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് മെഷീൻ, MRI മെഷീൻ ഉണ്ട്. അടുത്തത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ്. ഇതെന്താണ്? കാന്തത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്ത ഇതുപോലെ മാഗ്ലവ് ട്രെയിന്. മാഗ്ലവ് ട്രെയിനിലും എന്തുണ്ട്? കാന്തം ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ നാം കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ്. മാഗ്നറ്റ്സിനെ കുറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഇതെല്ലാം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.